ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വലിയ വിവരങ്ങൾ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒപ്പം തന്നെ ഖത്തറിലെ പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ദോഹയിലൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് നാട്ടിലെ ആളുകളെയും ആശങ്കപ്പെടുത്തിയ കാര്യമാണ്. കാരണം റെസിഡൻഷ്യൽ ഏരിയ എന്നത് മാത്രമല്ല, ആളുകൾ ഇടപഴകുന്ന സ്ഥലം കൂടിയായതുകൊണ്ട് നിരവധി പ്രവാസികളൊക്കെ ഉള്ളതുകൊണ്ട് എത്രത്തോളം ആശങ്കയുണ്ട്. ഒപ്പം തന്നെ വ്യോമഗതാഗതം ഏത് തരത്തിലാണ് നടക്കുന്നത്, എന്തെങ്കിലും ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ടാവും. ഖത്തറിൽ നിന്ന് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, നേരത്തെ നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന്. കാരണം അവിടെ ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള ആക്രമണം നടന്ന സ്ഥലങ്ങളൊക്കെ വലിയ രീതിയിൽ ഖത്തർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ പ്രോസസ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ പ്രവാസികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രവാസികളെ മാത്രമല്ല അവിടുത്തെ ആളുകളെയും സംബന്ധിച്ച് അവർക്കൊരു ഭയമുണ്ടാകും. ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ ഇനി ആക്രമണം ഉണ്ടാകുമോ? ഒപ്പം തന്നെ ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒരു കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടതുണ്ടാകും. അതൊന്ന് വിശദീകരിക്കാമോ? ഒക്കെ തന്നെയാ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ആദ്യം വന്ന കുറച്ച് പരിഭ്രാന്തി ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ദോഹയിലുള്ളത്. പ്രവാസികളടക്കമുള്ള ആളുകൾ വളരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവമില്ല. എല്ലാവരും സുരക്ഷിതരാണ്. എല്ലാവരും പുറത്തിറങ്ങി അവരുടെ ക്രയവിക്രയങ്ങളിൽ, അവരുടെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അവർ സഞ്ചരിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും സഞ്ചാരമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സഞ്ചാര നിയന്ത്രണങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള വേറെ നിയന്ത്രണങ്ങളോ ഇവിടെ ഇല്ല. ഇന്നലെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് ഇന്നും ഉള്ളത്. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ എല്ലാവർക്കും എല്ലായിടത്തേക്കും പോകാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം നിലവിൽ ഖത്തറിലുണ്ട്. നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടായ ഒരു സമയത്ത് ഒരു ചെറിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ അറിയുന്നത് പോലെ തന്നെ നേരത്തെ ഇവിടെ ഒരു ആക്രമണം ഉണ്ടായതാണ്. തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി വരുന്നത്. ഏതായാലും അത് ഇന്ന് രാത്രി ഇപ്പോൾ ഖത്തറിൽ സമയം 9:53 10 മണിയോട് അടുത്തു. ജനങ്ങളൊക്കെ സാധാരണഗതിയിൽ അവരുടെ ജോലികളൊക്കെ തീർത്ത് വീടുകളിലേക്ക് അപ്പാർട്ട്മെന്റുകളിലേക്ക് താമസ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു സമയമാണ്. എല്ലാവരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, അവരിതേക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട്. നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്, നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്, ഇവിടുത്തെ ആളുകൾ വിളിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ, ഇനി എന്താവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിളികളുണ്ട്. നമുക്ക് ഇതുവരെ നമ്മൾ മീഡിയ വണിൽ കൊടുത്ത അപ്ഡേറ്റുകൾ മാത്രമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. അഥവാ ഈ ഒരു ആക്രമണം ഉണ്ടായി, ആ ആക്രമണം ഉണ്ടായതിനു ശേഷം വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് അതിലൊരു വ്യക്തത വരുത്തി. ഈ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായിട്ട് പറഞ്ഞത് ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള ഒരു ആക്രമണമാണ്, ഇത് ഒരു തരത്തിലും നീതീകരിക്കാനാവില്ല എന്നുള്ളൊരു വാർത്താക്കുറിപ്പ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കുകയുണ്ടായി. തൊട്ടു പിന്നാലെ ഇതിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം കൃത്യമായിട്ട് അവർ ഒരു വാർത്താക്കുറിപ്പിലൂടെ അതുകൂടി വിശദീകരിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആഭ്യന്തര സുരക്ഷാ സേനാ അംഗം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതടക്കം നേരത്തെ ഹമാസ് നേതൃത്വം പറയുന്നത് പ്രകാരം ഹമാസ് നേതൃത്വം ഈ ആക്രമണത്തിൽ നിന്ന് നേതൃത്വം ഒഴിവായെങ്കിലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന 5 പേർ കൊല്ലപ്പെട്ടു എന്ന് അൽ ജസീറ ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതടക്കം 6 പേരുടെ ജീവൻ നഷ്ടമായി ഒരു പ്രാഥമികമായ വിലയിരുത്തലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് അൽ ജസീറയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ലഖ്വിയ സേനാംഗത്തിന്റെ മെമ്പറുടെ മരണം, രക്തസാക്ഷിത്വം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു ആക്രമണം നടക്കുന്നു, തൊട്ടു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം ഈ ആക്രമണത്തെ ഒരു തരത്തിലും നീതീകരിക്കാനാവില്ല, അതിനെ അപലപിച്ച് പ്രസ്താവന ഇറക്കുന്നു. അതിനു പിന്നാലെ രാജ്യത്തിനകത്ത് ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച്, സംഭവ വികാസങ്ങളെക്കുറിച്ച്, നാശനഷ്ടങ്ങളെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിരോധ മന്ത്രാലയം വിശദീകരിക്കുന്നു. ഇതോടുകൂടെ ഇതിന്റെ ഒരു ചിത്രം വ്യക്തമായി എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യത്തിൽ പ്രധാനപ്പെട്ടത്, ഏറ്റവും അവസാനമായി പറയുന്നത്, ഇവിടെ താമസിക്കുന്ന വത്തനികളുടെയും അഥവാ ഇവിടുത്തെ തദ്ദേശവാസികളുടെയും ഇവിടുത്തെ
പ്രവാസികളുടെയും സുരക്ഷ ഞങ്ങളെ സംബന്ധിച്ച്, ഈ രാജ്യത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് അതിപ്രധാനമാണ് എന്നവർ ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇന്നത്തെ രാത്രി ഈ രാത്രി അവസാനിക്കുന്നതോടുകൂടെ ആളുകളൊക്കെ അവരുടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾക്ക് നിലവിൽ അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. ഇനി അമേരിക്കയുടെ അവകാശവാദത്തോട് ഖത്തർ വളരെ സ്ട്രോങ് ആയിട്ടാണ്, ശക്തമായിട്ടാണ് ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി പ്രതികരിച്ചിട്ടുള്ളത്. അതുകൂടി നമ്മൾ നേരത്തെ കണ്ടു. വൈറ്റ് ഹൗസ് തൊട്ടു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തെ റദ്ദ് ചെയ്യുന്ന നിലപാടാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം എടുത്തത്. ഞങ്ങളോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ഈ അപകടം നടക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ കിട്ടിയത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് ഏത് തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഏത് തരത്തിൽ ഈ ഖത്തറിന്റെ വിദേശകാര്യ ബന്ധങ്ങളെ ബാധിക്കുമെന്നതിലൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഏതായാലും ഇവിടെ ഈ ദോഹയിൽ താമസിക്കുന്ന, ഇതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ യാതൊരു തരത്തിലുള്ള ആശങ്കകൾക്കും നിലവിൽ അടിസ്ഥാനമില്ല. യാതൊരു തരത്തിലുള്ള ഇവിടെ സേഫാണ്. ഒന്നുകൂടി ഞാൻ ഇത് ആവർത്തിക്കുകയാണ്, കാരണം അത്ര കൂടുതൽ മെസ്സേജ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്നത് കൊണ്ടാണ്, വാട്സപ്പിൽ വരുന്നത് കൊണ്ടാണ് ഇതെനിക്ക് വീണ്ടും പറയേണ്ടി വരുന്നത്. ഇവിടെ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ആളുകളൊക്കെ സുരക്ഷിതരാണ് എന്ന് ഒരിക്കൽ കൂടി ഈ രാത്രിയുടെ ഈ അന്ത്യയാമത്തിൽ പറയേണ്ടി വരുന്നു. ശരി അബ്ബാസ്, അത് ആളുകൾക്ക് വളരെ ആശ്വാസകരവുമാണ്. കാരണം ഇങ്ങനെ നമുക്കത് അറിയിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ അബ്ബാസ് പറഞ്ഞതുപോലെ അന്നേരം ഉണ്ടായിരുന്ന ഒരു ആശങ്കയും വലിയ പ്രശ്നവും ഈ ശബ്ദം കേട്ടതിന്റെ ഒരു ബുദ്ധിമുട്ടുമൊക്കെയായിരുന്നു. പക്ഷേ എല്ലാവരും സേഫായിട്ടിരിക്കുക എന്നാണ് അബ്ബാസ് പറഞ്ഞതുപോലെ പറയാനുള്ളത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഖത്തറിനെ സംബന്ധിച്ച്, ദോഹയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. വ്യോമഗതാഗതത്തിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങളോ ഇതുവരെ ഖത്തർ പ്രഖ്യാപിച്ചിട്ടുമില്ല.